നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം. ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ഇറങ്ങിച്ചെല്ലുകയാണ്. 13 ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. 4 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരമൊരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ 11 മണിക്ക് മീറ്റിങ്ങിന് കയറിയതാണ്. ആന്ധ്രാപ്രദേശ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ എം ഡിനെ കണ്ടു, അവിടുത്തെ ഓഫീസേഴ്സിനെ കണ്ടു. അവർ എന്താ പറയുക, അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർ പോകേണ്ട സ്ഥലങ്ങൾ അവിടുത്തെ സ്പോർട്സ് ഓഫീസേഴ്സിന്റെ കോൺടാക്റ്റുകൾ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിപ്പം അവിടെ കണ്ട കോടീശ്വര റാവു എന്ന് പറഞ്ഞ ഓഫീസർ വോളിബോൾ കോച്ചാണ്. നമ്മളെ കിഷോറാട്ടിൻ്റെയും ടോമാൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞു. ഫുട്ബോൾ കോച്ച് ഉണ്ടായിരുന്നു അവിടെ, മൂപ്പരെയും പരിചയപ്പെട്ടു. ഇവർക്ക് ഇപ്പോഴും ഈ ലൈസൻസിന്റെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. നമ്മളെ AFFന്റെ അറിയില്ല എന്നല്ല, അറിയാം, പക്ഷെ അത് വേണം എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഇല്ല. ഇവിടെ അധികം ആൾക്കാർ ആ ലൈസൻസ് എടുത്ത കോച്ചുമാരില്ല. ഇവിടെ മാത്രമല്ല, ഈ പറയുന്ന തമിഴ്നാട് റൂറൽ ഏരിയാസിലും ലൈസൻസ് ഉള്ള കോച്ചസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ പഠിപ്പിക്കണമെങ്കിൽ എന്തായാലും കോച്ചസ് ഇല്ലാതെ ഫുട്ബോൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. കോച്ചസ് ആദ്യം വേണം, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് വേണം. ബേസിക്കലി ആന്ധ്രയിൽ ഫുട്ബോൾ കുറവാണ്. ആന്ധ്രയിൽ നമ്മൾ ഇതുവരെ കണ്ടെടുത്തോളം ആൾക്കാരെല്ലാം കബഡി, കൊക്കോ, ഹാൻഡ്ബോൾ, വോളിബോൾ ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ. അതിപ്പോ നമ്മള് അവര് തന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം ഏലൂരിന്ന് രാജമുദ്രിന്ന് വിശാഖപട്ടണത്തിന് പാടേരു മന്യം, ഇതൊക്കെ ട്രൈബൽ ഏരിയാസ് ആണ് അവര് പറഞ്ഞത്. അവിടെ പഴയ ഫുട്ബോൾ കളിക്കാരൊക്കെ ഉണ്ട്. അവരായിട്ട് മീറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും നമുക്ക് എവിടേക്കാണ് എന്തൊക്കെയാണ്. ഏകദേശം 60 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഏലൂരിലേക്ക് അവര് പറഞ്ഞതനുസരിച്ചിട്ട്. പോയി നോക്കാം നമുക്ക്. Generally, he is a football player actually, PET, and local PET. So he is encouraging players to play football. But the problem is lack of material and everything. What do you mean by the material? Balls like that, ball cones, everything, nets and everything. The schools are not funding for sports right now. What about the MB funds and MLA funds? Already vanished already. Because of so many development. So there is no fund for sports in Andhra. Actually, recently, Andhra Pradesh government initiated Ardham Andhra on concept is there, but Ardham Andhra, it's already finished, right? 150 crores or something. Actually, yeah. The football is not in that. No, football is not. Yeah, that's what we saw in Andhra. Like there is no football anywhere. Yeah, football is there, but we didn't see anyone certain play. pockets only, not everywhere. But whenever we ask someone, they didn't know only. We met few kids in Nandyala, Pacherla, Srisailam, etc. But nobody knows how to play football. हम लोग इसलिए आए हैं, हम लोग ये बच्चे लोगों के लिए फुटबॉल सिखाना चाहता है. ठीक है, पता नहीं कितने बच्चे लोग हैं इधर. 10 लोग फुटबॉल टीम नहीं बनता ना, आपको तो पता होगा. हम लोग बहुत ज़्यादा बच्चे लोग चाहिए. मुझे लग रहा है अराउंड 60 बच्चे लोग चाहिए. हम लोग पूरा आंध्रा ढूंढ रहा हूँ, जगह देख रहा हूँ पहले कहाँ बनाना है. आपका एमबी हम लोगों को इधर भेजा है ये देखने के लिए. पहले देख रहा हूँ, पता नहीं इधर बनाएगा या नहीं, क्योंकि बच्चे लोग को मिलेगा तो बनाएगा, नहीं तो नहीं बनाएगा. वही है.
आप बोल रहे 10 बच्चा लोग होगा, लेकिन वी विल बी इन टच विद हिम और द एमपी। एंड अभी इधर बच्चे लोग फुटबॉल खेल रहे हैं, ज़्यादा बच्चे लोग हैं, वो लोग खेलना चाहता है, तो हम लोग और एक बार आएगा, आके अकादमी बनने का कोशिश करेगा। ठीक है, समझ में आ गया ना? യാത്രയിൽ പരിചയപ്പെട്ട നാഗരാജു എന്ന ഫുട്ബോൾ കോച്ച് ജഗ്ഗാറെഡ്ഡികുടത്തും കോയിൽകുടത്തുമുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങളെ കൊണ്ടുപോവുകയും അവിടുത്തെ ഫുട്ബോൾ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. അതിലൊന്നായിരുന്നു കൊത്ത രാമചന്ദ്രപുരത്തുള്ള ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഏജൻസി. അവിടെ വെച്ച് അതിന്റെ തലവനായ IAS ഓഫീസർ സൂര്യരാജ് സാറിനെയും ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങളുടെ യാത്രയുടെ വിശദാംശങ്ങൾ ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്കാവുന്ന സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും അതിനുശേഷം അവിടുത്തെ കുട്ടികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബോളുകളും ജേഴ്സികളും കുട്ടികൾക്ക് കൈമാറിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്.